തിരൂരിനെ ഇളക്കിമറിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDFിന്റെ വികസന മുന്നേറ്റ യാത്ര വൈകുന്നേരം 5:30 തിരൂരിലെത്തിയ ജാഥയെ തടിച്ചുകൂടിയ വൻ ജനാവലിയാണ് വരവേറ്റത്. വാദ്യമേളങ്ങളും മുത്തുക്കുടകളും പൂക്കാവടികളും വരവേൽപ്പിന് കൊഴുപ്പേകി. ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ സിറ്റി ജംഗ്ഷൻ മുതൽ തുറന്ന വാഹനത്തിലാണ് റിംഗ് റോഡ് ജംഗ്ഷനിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് യാത്രയായത്. ജാഥയെ വരവേൽക്കാൻ റോഡിനിരുവശവും ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ജാഥ എത്തുന്നതിനു മുൻപേ സ്വീകരണ കേന്ദ്രത്തിൽ ജനം തിങ്ങി നിറഞ്ഞു. കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ നിലപാടുകളും കേരളത്തിൽ പ്രതിപക്ഷം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു MV ഗോവിന്ദന്റെ പ്രസംഗം. അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതുപോലെ ദാരിദ്ര്യമുക്തമായും കേരളത്തെ മാറ്റുകയാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ തുടങ്ങി നിരവധി ആളുകൾ നടത്തിയ അതിശക്തമത്തായ ആശയ പോരാട്ടത്തിലൂടെ ഒരു മനുഷ്യ സമൂഹം രൂപപ്പെട്ടു. മനുഷ്യാലയം ഭ്രാന്താലയത്തെ മാറ്റി മനുഷ്യാലയമാക്കി കേരളത്തെ രൂപപ്പെടുത്തിയപ്പോ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം അതിന് ശക്തി വാങ്ങി മുമ്പോട്ടേക്ക് പോയി. അങ്ങനെ പഴയ മതഭ്രാന്ത്, ജാതിഭ്രാന്തിനു പകരം മതനിരപേക്ഷത, മാനവികത, മനുഷ്യത്വം, മാനവിക മൂല്യം, ഈ മൂല്യബോധം ശക്തിപ്പെട്ടു കേരളത്തിൽ. കഴിഞ്ഞ 10 വർഷക്കാലം ഒരു വർഗീയ സംഘർഷവും വർഗീയ സംഘടനവും കേരളത്തിലില്ല. മെച്ചപ്പെടുത്തി ഈ പാവങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ ഭാഗമാക്കി, പൊതുജനങ്ങളുടെ ഭാഗമാക്കി മുന്നോട്ടേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അവരിപ്പോഴേ തുടങ്ങണം. 2000 ഇനിയിപ്പോൾ 2000 നിൽക്കേണ്ട കാര്യമില്ല. 2500 3000 ആക്കി വർദ്ധിപ്പിക്കണം. കാരണം പാവപ്പെട്ടവരുടെ ഒരവസ്ഥ മാറണം. വെറുതെ ആവൂല, അവർക്ക് പണം കൊടുത്തുകൊണ്ടേ പറ്റുള്ളൂ. ഒരു 62 ലക്ഷം ആളുകൾക്ക് അങ്ങനെയായി. പിന്നെ 31.39 ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി ഓരോ 35 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സിലേക്ക് പോകുന്ന ഓരോ സ്ത്രീക്കും 1000 വീതം കൊടുക്കാൻ തീരുമാനിച്ചു. കയ്യടി കുറഞ്ഞു. എന്താ കാരണത്തിൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല. പെണ്ണുങ്ങൾ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, മാഷേ എല്ലാം ഈ പറയുന്ന കാർഡുകാർക്ക് മാത്രമേ ഉള്ളൂ, റേഷനും അവർക്ക് തന്നെ, ഈ 1000 രൂപ അവർക്ക് തന്നെ, എല്ലാം അവർക്ക് തന്നെയാണ്, നമുക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരുപാട് പെണ്ണുങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരോട് ഞാനൊരു കാര്യം പറയാം, ആദ്യം അവർക്ക് കൊടുക്കുക, പിന്നെ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിന്റെ ഇടപെടലിലാണ് ജാതിഭ്രാന്തിൽ നിന്ന് കേരളം മുക്തമായതെന്നും മതനിരപേക്ഷതയും മാനവികതയും മനുഷ്യത്വവും മാനവിക മൂല്യവും കേരളത്തിൽ ശക്തിപ്പെട്ടത് അങ്ങനെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒരു വർഗീയ സംഘടനവും ഉണ്ടായിട്ടില്ലെന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരൂരിൽ ഉൾപ്പെടെ ഇടതുമുന്നണി വിജയം നേടുമെന്ന് MV ഗോവിന്ദൻ അവകാശപ്പെട്ടു. രാജേഷ്, CPIM ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന E ജയൻ, VP സാനു, വിവിധ മുന്നണി നേതാക്കളായ അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി, അഡ്വക്കേറ്റ് ഗഫൂർ P ലില്ലീസ്, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, പിമ്പുറത്ത് ശ്രീനിവാസൻ, മുത്തു, N ഷാജി, നാസർ കൊട്ടാരത്ത്, അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. എഡിറ്റർ ലൈവ്, തിരൂർ.
നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.